ഇണക്കിളിക്കൂട്ടം ഭാഗം 4. കോളേജ് വരാന്തയിലൂടെ നടക്കുകയായിരുന്നു അനന്തവും പ്രതാപും ജോർജും വരുണും. എത്ര പെട്ടെന്നാണ് കാലം കടന്നു പോകുന്നത് അല്ലേ? അനന്ത് പറഞ്ഞു. ഇന്നലെ ഇവിടെ വന്ന് കയറിയത് പോലെയാണ് തോന്നുന്നത്, ജോർജ് പറഞ്ഞു. ഇവിടെ വിട്ട് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. അവർ ഓരോന്ന് പറഞ്ഞ് നടക്കവേ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു. അനന്തു! അവർ എല്ലാവരും ഒരു നിമിഷം നിന്നു. അനന്തു ആ ശബ്ദം കേട്ട് ഒരു നിമിഷം പകച്ചു. ആരാടാ അത്? തിരിഞ്ഞു നോക്കാതെ അനന്ത് പതിയെ ചോദിച്ചു. വേറെ ആര്? നിന്റെ മറുപടിയും പ്രതീക്ഷിച്ച് നടക്കുന്നവൾ തന്നെ, സാധിക. വരൻ ചെറു ചിരിയോട് പറഞ്ഞു. അവൻ കണ്ണു വീഴ്ചു. എന്തോന്ന് ചോദിക്കട്ടാ, ജോർജ് പറഞ്ഞു. അനന്ത് നിഷേധഭാഗത്തിൽ തലയാട്ടി. ഞാൻ തിരിഞ്ഞു നോക്കില്ല. നോക്കടാ പുല്ലേ, വരൻ പറഞ്ഞ് അവനെ പിടിച്ച് തിരിച്ചു നിർത്തി. സാധികയുടെ മുഖം വിടർന്നു. അനന്ത് ഓടാൻ ഒരുങ്ങിയതും പക്ഷേ വരുണും ജോർജും ഇരുവശത്തു നിന്ന് അവനെ പിടിച്ചു നിർത്തി. അനന്ത് കോപത്തോടെ അവരെ നോക്കി പല്ലു കടിച്ചു. എന്നെ വിടടാ, അവൻ പതുക്കെ പറഞ്ഞു. ഇല്ല, അവൾക്ക് എന്താ പറയാനുള്ളത് എന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. ചോദിക്കടാ, വരൻ പറഞ്ഞു. അനന്ത് രോഷത്തോടെ അവനെ നോക്കി, പിന്നെ തിരിഞ്ഞ് സാധികയെ നോക്കി. അവൾ ആകെ പരിങ്ങി നിൽക്കുകയാണ്. എന്താ സാധിക? അവൻ ചോദിച്ചു. എനിക്ക് അനന്തനോട് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട്, അവൾ പറഞ്ഞു. അനന്തുവിനെ അവിടെ നോക്കി എല്ലാവരും മാറി നിന്നു. അവൻ കൂട്ടുകാരെ ഒന്ന് നോക്കി. എന്താ സാധിക പറയാനുള്ളത്? അവൻ ഇടറുന്ന ശബ്ദത്തോട് ചോദിച്ചു. മുൻപ് പറഞ്ഞ കാര്യം തന്നെ, എനിക്ക് അനന്തുവിനെ ഇഷ്ടമാണ്. അതിനുള്ള മറുപടി ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ. എനിക്ക് സാധികയെ ഒരു സുഹൃത്തായി മാത്രമേ കാണാൻ സാധിക്കൂ, അനന്ത് പറഞ്ഞു. അവളുടെ മുഖം മങ്ങി. സാധിക വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് തന്നെ അങ്ങനെ കാണാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ മനസ്സ് മാറുമെന്ന് പ്രതീക്ഷിച്ച് താൻ ഇരിക്കരുത്. പ്രണയത്തേക്കാൾ നല്ലത് സൗഹൃദമാണോ? പ്രണയനോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് ചില പരിമിതികളുണ്ട്. എന്നാൽ സൗഹൃദത്തിൽ അങ്ങനെയല്ല. ആരോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സുഹൃത്തിനോട് പറയാം. അതുകൊണ്ട് നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം, അനന്ത് പറഞ്ഞു. സാധിക ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് നിന്നു. അവൻ അവളെ ഉറ്റുനോക്കി. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് അവൻ പതിയെ തിരിഞ്ഞു നടന്നു. അനന്തോ, ഒരു നിമിഷം, അവൾ പറഞ്ഞു. അവൻ നിന്ന് തിരിഞ്ഞു നോക്കി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോ. നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടോ? അവനൊന്ന് പകച്ചു, പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹോസ്റ്റലിലേക്ക് ചെന്നു. ബാഗ് സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുമായി എല്ലാവരും ഹോസ്റ്റലിനോട് വിട പറഞ്ഞു. പോകാൻ നേരം എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അധ്യാപകരും കരഞ്ഞുപോയി. എല്ലാവരും ചേർന്ന് ഒരു സ്പെഷ്യൽ ബസ് അറേഞ്ച് ചെയ്തിരുന്നു. അവസാനമായി എല്ലാവരും കൂടി ഒരു ടൂർ പോലെ ആർത്തുല്ലസിച്ച് ഒരു യാത്ര. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി കളിച്ച് ചിരിച്ച് പാട്ടും മേളവുമായി അവർ ആ നാടിനോട് യാത്ര പറഞ്ഞു. പറഞ്ഞ സമയത്ത് തന്നെ പൂമംഗലത്തെ ഡ്രൈവർ ദാസൻ കാറുമായി ബസ് സ്റ്റോപ്പിലെത്തി. വളവ് തിരിഞ്ഞ് ബസ് വരുന്നത് കണ്ടപ്പോൾ ദാസൻ പ്രതീക്ഷയോടെ നോക്കി. ബസ് സ്റ്റോപ്പിൽ നിർത്തി. ബാഗുമായി വരുണും അനന്തവും വീണയും ഇറങ്ങി. കൂട്ടുകാരോട് ടാറ്റ പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കി. ഡ്രൈവർ ദാസൻ വരുണിൻ്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞേ, അവൻ സന്തോഷത്തോടെ വിളിച്ചു. ദാസേട്ടനോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സുഖമാണോ കുഞ്ഞേ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞേ? സുഖമായിരുന്നു. എല്ലാവർക്കും പരീക്ഷ എങ്ങനെ? പിന്നെ അടിപൊളി പരീക്ഷയല്ലേ, അനന്ത് പറഞ്ഞു. എന്നാൽ കുഞ്ഞ് കരയട്ടെ, നമുക്ക് പോകാം, വീട്ടിലെല്ലാവരും കാത്തിരിക്കുക, ദാസൻ പറഞ്ഞു. വരുൺ ഇരുവരെയും നോക്കി. വേണിയുടെ മുഖം വാടി. അത് കണ്ട് അവൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. അല്ല, ഇവിടെ ഒന്ന് വണ്ടി വന്നില്ലേ? ഷാജിയേട്ടനെ കണ്ടില്ലല്ലോ ദാസേട്ടാ, വരുൺ ചോദിച്ചു. ഇല്ല കുഞ്ഞ്, ചിലപ്പോൾ വരുന്നതേ ഉണ്ടാവും, കുഞ്ഞ് കയറിയാട്ടെ, ദാസൻ പറഞ്ഞു. അത് കൂട്ടുകാരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതിൽ വരുണിന് സങ്കടം തോന്നി. നീ വിഷമിക്കണ്ട, ഷാജിയേട്ടൻ ഇപ്പോൾ വരും, നീ പൊയ്ക്കോ, അനന്ത് പറഞ്ഞു. എന്ന് നിങ്ങൾ കയറി, ഞാൻ നിങ്ങളെ തേർമടത്തിൽ കൊണ്ടുവിടാം, വരുൺ പറഞ്ഞു. ദാസനൊന്ന് ഞെട്ടി. അനന്തോന്ന് ആലോചിച്ചു. അതാണ് നല്ലത് അനന്തേട്ടാ. എത്ര നേരം എന്ന് വെച്ചാൽ നമ്മളിവിടെ കാത്തു നിൽക്കുക? എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഒന്ന് വീട്ടിലെത്തിയാൽ മതി, അവൾ ആവശ്യത്തെ ഭാവിച്ച് പറഞ്ഞു. അനന്ത് അവളെ തുറച്ചു നോക്കി, പിന്നെ ചിരിച്ച് വരുൺ സന്തോഷത്തോടെ ഡോർ തുറന്നു കൊടുത്തു. ദാസൻ ഭീതിയോടെ അവരെ നോക്കി. അവൻ വരുണിനെ പിടിച്ച് മാറി നിർത്തി. കുഞ്ഞെ,
ഇത് വേണം. തേവമ്മടത്തിലെ പിള്ളേരെ ഈ കാറിൽ കയറ്റിയെന്ന് വീട്ടിലറിഞ്ഞ മോൻ്റെ മുത്തച്ഛനെല്ലാം ജീവനോടെ കത്തിക്കും. ദാസൻ ഭീതിയോടെ പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല, അവരെൻ്റെ കൂട്ടുകാരാ. അവരെ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. അഥവാ മുത്തച്ഛനും അച്ഛനും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. ദാസൻ്റെ വണ്ടി എടുക്കുക. വരുൺ അതിന് പറഞ്ഞ് വണ്ടിയിൽ കയറി. ദാസനൊന്ന് നിശ്വസിച്ച ശേഷം വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വയലിന് നടുവിലൂടെ നീണ്ടുപോകുന്ന ടാറിട്ട വീതിയിലൂടെ വണ്ടി പാഞ്ഞുപോയി. 3 പേരും പുറത്തേക്ക് നോക്കി. വീണ്ടും കീറിയ വയലിൽ കുട്ടികളെല്ലാം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. വരണ്ടുണങ്ങിയ വയലിലെ ചെടിയിൽ ആമ്പൽപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. കുറച്ചു കാലം മാറി നിന്നപ്പോൾ നമ്മുടെ നാട് തന്നെ മാറിപ്പോയതുപോലെ തോന്നുകയാണ്, അനന്ത പറഞ്ഞു. അതെ അതെ, വരണ അനുകൂലിച്ചു. ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് വണ്ടി തേവർമഠത്തിൻ്റെ മുറ്റത്തെത്തി. അനന്തവും വേണുവും ഇറങ്ങി. വാടാ, ഒന്ന് കയറിയിട്ട് പോകാം. അനന്ത ക്ഷണിച്ചു. ഏയ് അത് വേണ്ടടാ. അതെന്താ, നിനക്കിവിടെ എത്തിയപ്പോൾ ഞങ്ങളോടും ദേഷ്യമായ? വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയല്ലേ. അതൊന്നും സാരമില്ല, വാ ഇറങ്ങടാ. മുത്തച്ഛനും അച്ഛനും ഒന്നും ഇവിടെ കാണില്ല ഇപ്പോൾ, നീ വാ. ചിരിച്ചുകൊണ്ട് വരുൺ ഇറങ്ങി. വാ. അനന്ത വരുണിൻ്റെ തോളിൽ കൈയിട്ട് നടന്നു. പടി കയറാൻ ഒരുങ്ങവേ ഘോരമായ ഒരു അലർച്ച കേട്ടു. ആ പടി ചവിട്ടി പോകരുത്. അത് കേട്ടിട്ട് മൂവരും ഞെട്ടി മുഖമുയർത്തി നോക്കി. ചുവന്ന് തുടിക്കുന്ന കണ്ണുകളുമായി കോപത്തോടെ വിശ്വനാഥൻ അവിടേക്ക് വന്നു. അയാളെ കണ്ടതും മൂവരും ഞെട്ടി. മൂവര് പരിങ്ങിക്കൊണ്ട് പരസ്പരം നോക്കി. വിശ്വനാഥനും ഭദ്രനും കോപത്തോടെ അവരെ നോക്കി. നീ എന്ത് തരത്തിലാടാ തേവർമഠത്തിൻ്റെ പടി കടന്ന് വന്നത്? വിശ്വനാഥൻ അമർഷത്തോടെ ചോദിച്ചു. മുത്തച്ഛ, ഞാൻ വിളിച്ചിട്ട് വരുൺ വന്നത്. ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്യാനാണ് അവൻ വന്നത്, അനന്ത പറഞ്ഞു. അയാൾ അവനെ തുറച്ചു നോക്കി. ആര് പറഞ്ഞു നിന്നോട് ഇവനോടൊപ്പം വരാൻ? അത് പൂമാങ്കലത്തെ വണ്ടിയിൽ. കുടുംബത്തിൻ്റെ മാനങ്ങളെ നിന്നെയൊക്കെ ഞാൻ. വിശ്വനാഥൻ കോപത്തോടെ അനന്തുവിനെ അടിക്കാൻ ഓങ്ങി. വീണു ഞെട്ടി. മുത്തച്ഛ, വരുൺ വിളിച്ചു. ഒരു നിമിഷം വിശ്വനാഥൻ മുഖം തിരിച്ച് വരുണിനെ നോക്കി. മുത്തശ്ശനോ? ഞാൻ ഏത് വകയാടാ നിന്റെ മുത്തശ്ശനാകുന്നത്? അനന്തു എൻ്റെ സുഹൃത്താണ്. അവൻ്റെ മുത്തച്ഛനെ എനിക്ക് എൻ്റെ മുത്തച്ഛനെ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. വരുണ മാത്രം നിർത്തി. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് വന്നിറങ്ങിയത്. വണ്ടി ഇറങ്ങിയപ്പോൾ ഇവരെ കൊണ്ടുപോകാനായി വണ്ടി വന്നില്ല. കൂടെ വന്നവർ ഒറ്റയ്ക്ക് വഴി വിട്ട് തൻ്റെ പണം നോക്കി പോകാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഒരു ലിഫ്റ്റ് കൊടുത്തു. അതത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാനഹാനി വരുത്താനുള്ള പേരുദോഷമൊന്നും എൻ്റെ തറവാടിന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഇവർ എൻ്റെ കൂടെ വന്നത്. അത് തെറ്റാണെങ്കിൽ എന്നെ അടിക്കുക. വരുൺ പറഞ്ഞു. തേവർമഠത്തിൽ വിശ്വനാഥൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാനും മാത്രം യോഗ്യത നിനക്കില്ല കുഞ്ഞേ. അയാൾ പറഞ്ഞു. മതി മുത്തശ്ശ, ഞാൻ വിളിച്ചിട്ട് ഇവൻ വന്നത്. അവനെ അപമാനിക്കരുത്. വീട്ടിൽ കയറി വന്നവരെ അപമാനിച്ച് ഇറക്കി വിടുന്നതാണോ തേവർമഠത്തുകാരുടെ പാരമ്പര്യം? അല്ലല്ലോ. അനന്ത് ദേഷ്യത്തോടെ ചോദിച്ചു. വിശ്വനാഥനൊന്ന് അടങ്ങി. അനന്ത് വിഷമത്തോടെ വരുണിനെ നോക്കി. വരുൺ, എന്നോട് നീ ക്ഷമിക്കണം. ഇവർക്കിടെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അനന്ത് സങ്കടത്തോടെ പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ വരട്ടെ, അവൻ പറഞ്ഞു. പിന്നെ വേണിയെ നോക്കി. അവൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വരുൺ അവളെ നോക്കി പോട്ടേന്ന് തലയാട്ടി. അവളും തിരിച്ച് തലയാട്ടി. വരുൺ തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് അനന്ത് വിഷമത്തോടെ നോക്കി നിന്നു. പിന്നെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. എന്നാലും ഇതൊട്ട് ശരിയായില്ല മുത്തശ്ശ. നിങ്ങളിപ്പോൾ അപമാനിച്ചു വിട്ടത് വരുണിനെയല്ല, എന്നെയാണ്. അത്രയും പറഞ്ഞ് അനന്ത് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. 2 പേരെ തുറച്ചു നോക്കി വേണിയും അകത്തേക്ക് നടന്നു. തുടരും.